അങ്ങനെയാണ് അവയ്ക്ക് നേരെ വെടിയുയരുന്നത്. ചിലപ്പോൾ മയക്കുമരുന്നിൻ്റെ അളവുകൾ കൂടുതലാവാം, കുറവുമാവാം. കൂടുതലായ ചിലപ്പോൾ എന്നേക്കുമായ ജീവികൾ ഇല്ലാതാവുകയും കുറഞ്ഞുപോയാൽ വീണ്ടും വെടിവെച്ചാൽ ഇതുതന്നെയാണ് അവസ്ഥയും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പല കാടുകളും ചാവുന്നത്. ഇനി കാട് കയറ്റുവാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ ബോധമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന വിഡ്ഢികളായ മനുഷ്യൻ ഇവയ്ക്ക് മുന്നിലും പുറകിലും ഫോണുകളുമായി ഉണ്ടാവും. ഇതിനിടയ്ക്ക് കുടുങ്ങിപ്പോയ ആ ജീവിയിൽ നിന്ന് ആക്രമണവും ഉണ്ടാവും. അത് ഉറപ്പായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. സമചിത്തതയോടെ കാര്യങ്ങളെ സമീപിക്കുക. അവ വന്യജീവികളാണ്. ഈ ബോധം നിനക്കും എനിക്കും ഉണ്ടാവട്ടെ. ഇല്ലെങ്കിൽ നിൻ്റെ ശരീരത്തിൽ മുറിവുകളും നിൻ്റെ ജീവന് ഭീഷണിയും ഉണ്ടാകും.